ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒരിക്കലും പറയരുത്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യമില്ല. എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് മലയാളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓക്കെ മമ്മൂട്ടി സിസ്റ്റമാണ്, നമുക്കൊരു സീറ്റ് കിട്ടും, അവരതേ ഉള്ളൂ. ബാക്കി ആക്ഷൻ കട്ടിടെ നമ്മൾ പരിപാടി നടത്തണം. ആക്ഷൻ കട്ടിട്ട് ഞാൻ മമ്മൂട്ടിയുടെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്ന കഴിയില്ല, പണിയെടുക്കണം. പോസ്റ്റർ ഇല്ലാതെ ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. റിയാസ്കയുടെ ക്യാരക്ടർ സസ്പെൻസ് ആണ്, അടിച്ച് കയറി വേണം. അത് വരവ് വരും. റിയാസ്ക ഒരു വരവ് വരും DNA-ല്. ഞാൻ പറഞ്ഞു ആവശ്യം നാളെ പടം ഷൂട്ട് തുടങ്ങാം. എന്താ പടത്തിന്റെ പേര്? DNA. എന്താണ് അതിന്റെ ഫുൾ ഫോം? പെട്ടില്ലേ? അതെ, മമ്മൂക്കയുടെ ഫ്രണ്ടില് നമ്മൾ ഒരു ചെറിയ പോയി നിൽക്കരുത് എന്ന് പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും. പിന്നെ ഹന്നയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിലും വലിയ സന്തോഷം. എനിക്ക് അഷ്കറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൽ അതിലും വലിയ സന്തോഷം. നിങ്ങളുടെ രണ്ടുപേരെയും ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് എനിക്ക് അതിലും വലിയ സന്തോഷം. ഹലോ, നമസ്കാരം. DNA സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ട് അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഹന്ന ആൻഡ് അസ്കർ, രണ്ടുപേർക്കും സ്വാഗതം. എന്റെ അടുത്ത് ഒന്ന് എന്തെങ്കിലും ഒന്ന് വാക്ക് പറഞ്ഞേ. എന്റെ പേര് അഷ്കർ സൗദാൻ. അല്ല, ഞാനിങ്ങനെ കണ്ണടച്ച് കേട്ടോക്കാണ്. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ DNA-യുടെ പ്രൊമോഷൻ ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞാൻ അഷ്കർ സൗദാൻ, റെജി കോശി പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനിത് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ട് അതിന് മുന്നേ ഇരിക്കുമായിരുന്നു, ബാസ് ഉള്ള സൗണ്ട്. അത് നമ്മുടെ മമ്മൂക്കയുടെ സൗണ്ടുമായിട്ട് ഒരു ഇതൊക്കെ ഇല്ലേ? മമ്മൂക്കയുടെ സൗണ്ടായിട്ട് ചെറിയ ബന്ധമുണ്ടല്ലേ? എവിടെയോ ചെറിയ. കാരണം എന്റെ ഫാദറിന്റെ സൗണ്ട് നല്ല ബാസ് ഉള്ള സൗണ്ടാണ്. എന്റെ അമ്മയുടെ ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ മോനാണ് ഞാൻ. മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മോനാണ്. അപ്പൊ നമുക്ക് എവിടെ ബാസും എവിടെയൊക്കെ ഒരു ചായയൊക്കെ എവിടെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്ന ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നല്ല ഹിറ്റുകളുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അടുത്തതും DNA കുറിച്ചിട്ട് പറയൂ രണ്ടുപേരും. DNA എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമേ വരും ഒരു ക്രൈം ത്രില്ലർ ആണോ, ഒരു ഫോറൻസിക് ഫീലൊക്കെ DNA എന്ന് പറയുമ്പോഴത്തേക്കുണ്ട്. DNA എഴുതിയേക്കുന്നതിൽ തന്നെ എന്തോ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും പോലീസ്, നമ്മുടെ റായലക്ഷ്മി കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന പടമാണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ഒരു പടമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പടമാണ്. സോ പടത്തിലെ ക്യാരക്ടർ എന്താണ്? ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ഹലോ വെൽക്കം എന്നുള്ള രീതിയിൽ. എന്റെ പേര് ഹന്ന അലക്സാണ്ടർ തന്നെയാണ് സിനിമയിലും. സോ ഒരു ബബ്ലി ക്യാരക്ടർ ആൻഡ് അതിനകത്ത് ഐ എം പ്ലേയിങ് ഹിസ് ലവ് ഇൻട്രസ്റ്റ്. പാട്ട്, പ്രേമം, ഇഷ്ടം, ചെറിയ ചെറിയ വണക്കങ്ങൾ, അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം. ആൻഡ് ദെൻ ടോക്കിംഗ് അബൌട്ട് ദ മൂവി ആസ് സച്ച്, ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. ലൈക്ക് ഒരു ചെറിയ റോള് പോലും ചെയ്തിരിക്കുന്നത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ. ഐ മീൻ നോൺ ഫേസസ് ആണ് എല്ലാം. ന്യൂബീസിനെ കാണാൻ വളരെ കുറവാണ്, നമുക്ക് കാണാൻ കിട്ടുമെന്ന് അറിയില്ല. ബിക്കോസ് സുരേഷ് സാർ അങ്ങനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആൻഡ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ദേ ഹാവ് എ റോൾ ടു പ്ലേ. ത്രൂ ഔട്ട് ഇത് കൊണ്ടുപോകുന്നത് ലക്ഷ്മി റായ് പിന്നെ അഷ്കറുമാണ്. ലൈക്ക് ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി ബിൽഡപ്പ്, അതുപോലെ ബാക്കി പറഞ്ഞിരിക്കുന്ന എവ്രി വൺ, റിയാസ് ഖാൻ, രജി പണിക്കർ, റിയാസ് ഖാനൊക്കെ നമ്മുടെ പടത്തില്. നമ്മുടെ DNA റിയാസ് ഖാനൊക്കെ ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഭാവനൻ സാറുണ്ട്. ഭാവനൻ സാറിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം നമ്മുടെ പടത്തിലുണ്ട്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഹന്നയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിലും വലിയ സന്തോഷം. എനിക്ക് അഷ്കറിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൽ അതിലും വലിയ സന്തോഷം. നിങ്ങളുടെ രണ്ടുപേരെയും ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് എനിക്ക് അതിലും വലിയ സന്തോഷം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു സിനിമയാണ്. കാരണം ബാബു ആന്റണി സർ ചെയ്യാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിനകത്തൊരു ഫൈറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതേപോലെ ഞങ്ങളുടെ പടത്തിൽ 6 ഫൈറ്റ് ഉണ്ട്. അതെ, അതും എല്ലാ ഫൈറ്റും ബൈ ടോപ്പ് മാസ്റ്റേഴ്സ്. ഇപ്പം സ്റ്റൺ സിൽവ സാറുണ്ട്, കനൽ മാസ്റ്റർ ഉണ്ട്, പഴരാജുണ്ട്, മാസ്റ്റർ രണ്ടവി, അങ്ങനെ കുറെ ഫൈറ്റ് ഉണ്ടോ? ഒന്നും പറയില്ല. ഇവിടെ ഇരിക്കുന്നത് അതിനാണല്ലോ, ജോൽസിന്റെ പരിപാടി. ഞാനിങ്ങനെ ചോദിച്ചു. നല്ല ഫൈറ്റ്, നല്ല ക്രൈം ത്രില്ലറും സസ്പെൻസും കാര്യങ്ങളും, കുറച്ച് പ്രണയവും, കുറച്ച് സോങ്ങും, ഐറ്റം സോങ്സ് ഒക്കെ ഉണ്ട്. ഐറ്റം സോങ് ഉണ്ട്. പക്ക കമേഴ്ഷ്യലാണ്.
നമ്മുടെ ഇക്ക ഒരുപാട് ഫൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ ഇപ്പം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ BTS ഒക്കെ നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ചെന്ന് വീഴുന്നതും ഒക്കെ. അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിൽ നിന്ന് ഇൻസ്പയർ ആയി എന്തൊക്കെ ഇൻസ്പിറേഷൻ ആയിരുന്നു? ഇൻസ്പിറേഷൻ എൻ്റെ റോൾ മോഡലാണ്. കാരണം അദ്ദേഹത്തെ കണ്ട് വളർന്നു എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എൻ്റെ ഫാദർ ബിസിനസ് മാനാണ്. ഞാൻ ബിസിനസ് മാനായിട്ട് പോയില്ല. നമുക്ക് എപ്പോഴും ഒരു ഫാൻറ്റസി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് എപ്പോഴും ഒരു അത്ഭുതം. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങള ആണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടല്ലേ നമ്മൾ വളരെ കുഞ്ഞുനാളിൽ അങ്ങനെയല്ലേ. ഇപ്പം എൻ്റെ പെങ്ങളുടെ മക്കളും ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ഞാൻ വലിയ സ്റ്റാർ ആകട്ടെ ആയിക്കഴിഞ്ഞാൽ അവരെന്നെ കണ്ടല്ലേ സിനിമ അങ്ങനെ ഒരു റോൾ മോഡൽ വരുമല്ലോ നമുക്ക്. അതിൻ്റെ ഭയങ്കര ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തെ കണ്ട് നമ്മൾ കുറേ പഠിച്ച് അദ്ദേഹം കാണിക്കുന്നതും ആ സിനിമ സംഭവങ്ങൾ ഭയങ്കരമുണ്ട്. അദ്ദേഹം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. ഈ ഒരു പ്രായത്തിലും ടർബോ വേറെ ലെവലിലാണ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തത്. അപ്പം നമ്മളൊന്നും അല്ല, നമ്മൾക്ക് ഇനി ഒരുപാട് ചെയ്യാനിരിക്കുന്നു. ഞാനൊക്കെ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യാനിരിക്കുന്നു. ഇനി ഒരു കഥ പറഞ്ഞല്ലോ, ബാസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം. ഞാൻ ബാസ് അതെ ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. ഈ ഡബ്ബിങ് ടൈമിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വലിയ സീനിയേഴ്സ് സിഗരറ്റൊക്കെ വലിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സിഗരറ്റ് വലിക്കുമെന്നല്ല, കാരണം ആ സമയത്ത് ഡബ് ചെയ്യാൻ വേണ്ടി ബീഡി വലിക്കുമ്പോൾ കുറച്ച് ബാസ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്കറിയത്തില്ല. ദൈവകാലത്ത് നമുക്ക് എന്തോ കിട്ടി. ഇനി ഡബ്ബിങ് ടൈമിൽ ബീഡി വലിക്കേണ്ടി വരുമോ അറിയത്തില്ല. പെൺകുട്ടികൾ എപ്പോഴും സ്വീറ്റ് ആയിരിക്കണ്ടല്ലേ. അവര് ബീഡി വലിച്ചാൽ പറഞ്ഞ തീർന്നില്ലേ. അവര് നല്ല സ്വീറ്റ് ആയി, നല്ല നമുക്ക് സൗന്ദര്യം അല്ലെ സൗണ്ടിലല്ലേ പെൺകുട്ടികൾ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഒരു വെയിറ്റ് അല്ല. എന്റെ ബേസിക്കലി ഫെമിനിൻ വോയിസിലെ പിച്ച്ഡ് അല്ല. എന്റെ ഒരു ബാസ്നെസ് എവിടൊക്കെയോ കിടപ്പുണ്ട്. എനിക്കറിയത്തില്ല എന്താ. ബീഡിയും കൂടെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞാനിനി എങ്ങനെ ദുശീലങ്ങൾ തുടങ്ങുന്നില്ല. ഞാൻ ബാസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്ന്. നല്ല സ്വീറ്റ് സൗണ്ട് പെൺകുട്ടികൾ എപ്പോഴും ഞാൻ പറയില്ലേ, പെൺകുട്ടികൾ നല്ല സ്വീറ്റ് സൗണ്ട്. ഒരു പരിധിക്ക് ശേഷം നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കണമെങ്കിൽ ഉണ്ടല്ലോ ബാസ് വേണം. എല്ലാവരും നിങ്ങളെല്ലാം മിണ്ടാണ്ടിരിക്കും. നിങ്ങളെല്ലാം മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ കലിപ്പിൽ വരണമെങ്കിൽ വീഡിയോ വലിക്കണം. ഒരു വീഡിയോ വലിച്ചിട്ട് വേണം. പെൺകുട്ടികൾ ദേഷ്യപ്പെടുമ്പോ സമയത്ത് ഓട്ടോമാറ്റിക് വന്നോളും. സൗണ്ടൊക്കെ വന്നോളൂ, ബാസ് ട്രിബിളൊക്കെ വന്നോളൂ, എല്ലാം വന്നോളൂ. അത് വീഡിയോ വലിക്കേണ്ട കാര്യത്തില്ല. അല്ല, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ ദേഷ്യപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് ദേഷ്യപ്പെട്ടോട്ടെ. പിന്നെ ഒന്ന് ദേഷ്യപ്പെട്ടെ നോക്കട്ടെ, തീരുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് പെൺകുട്ടികൾ നല്ല സ്വീറ്റ് ആയിരിക്കും എല്ലാ സമയത്തും. വളരെ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാമുകന്മാർ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാകും പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പ്രതീക്ഷിക്കാതെ പെൺകുട്ടികളുടെ ഒരു സൗണ്ട് ഉണ്ട്. ഞാൻ അത്രയും ലെവലിലേക്ക് എത്തുമ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇല്ല, എന്തോ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അയ്യോ ദൈവമേ, എന്നെ കണ്ട് പ്രായം കുട്ടിക്കുന്നു. വേണ്ട വേണ്ട, കം ടു DNA. വേറെ വഴിക്ക് അല്ല, എന്നെ കണ്ടാ പ്രായം തോന്നുന്നു പറഞ്ഞോണ്ട് ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടിയാണ് പ്രായം തോന്നുന്നു പറയണോ? അത് പറഞ്ഞ് എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. ബാക്ക് ടു DNA. അപ്പൊ ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതിന്റെ ഡയറക്ടർ. പുള്ളി ഓൾറെഡി ഒരുപാട് ഹിറ്റുകൾ തന്ന, നമ്മുടെ മമ്മൂക്കനെ വെച്ച് തന്നെ ഒരുപാട് ഹിറ്റുകൾ തന്ന ഡയറക്ടറാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സീനിയറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ഞാൻ കിഴക്കൻ പത്രോസ്, കോട്ടയം കുഞ്ഞച്ചൻ, പോണ്ട ബ്രദേഴ്സ്, കൂടിക്കാഴ്ച, ദൂരം വലിയ പടം ഹിറ്റ് കൊടുത്ത വലിയ ഡയറക്ടറാണ് ടി സുരേഷ് ബാബു സാറ്. ഇപ്പോൾ കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അങ്ങനെയാണ് സാറിന് എനിക്ക് പരിചയം. അതുകൊണ്ട് കുറേ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറ് എന്നോട് പറഞ്ഞു നമുക്ക് ഒരു പടം ചെയ്യാം, അഷ്കർ നീ ഹീറോ എന്നും പറഞ്ഞ് എന്നെ സംസാരിച്ചു. അപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടി സുരേഷ് ബാബു സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ, നമുക്കൊരു നല്ലൊരു പടം ചെയ്യാം. സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കറിനെ വെച്ച് അഷ്കർ നായകനാക്കണം. ഞാൻ മനസ്സിൽ ലഡു 500 ലഡു പൊട്ടി. ഞാൻ അന്തം വിട്ടു ഇതാ ടി സുരേഷ് സാറ് എന്നെ നായകനാക്കണം. അങ്ങനെ നടന്ന് സംസാരിച്ചു. അങ്ങനെ AK സന്തോഷ് സാറ് സ്ക്രിപ്റ്റ് എഴുതുന്നു, രവീന്ദ്രൻ സാറ് ക്യാമറ ചെയ്യുന്നു. അങ്ങനെ റായ് ലക്ഷ്മി വരുന്നു, ഹന്ന റിജി കോശ്. കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണ്.
ഇവരെ രണ്ടുപേരെയും അങ്ങനെയല്ല, സജഷൻ പറഞ്ഞു എന്നൊക്കെ ഞാൻ സജഷൻ നമുക്ക് പറയാം. ഞാൻ പ്രൊഡ്യൂസർ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഞാൻ ഓട്ടോമാറ്റിക് സാറേ ഇങ്ങനെ ചെയ്താൽ, അല്ല റായലക്ഷ്മി ചെയ്താൽ നന്നായിരിക്കും, അല്ലെ ഡയറക്ടറോട് ഞാൻ പറയും സാറേ എന്നെ റായലക്ഷ്മി നന്നായിരിക്കും, ടി സാറിനോട് പറയും. അങ്ങനെ പറഞ്ഞോളൂ. ഇപ്പോൾ ഹന്നയുടെ കാര്യം ഞാൻ ഇങ്ങനെ ഹന്ന റജി ഘോഷ് വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ നമ്മൾ സജഷൻസ് പറയുമല്ലോ. ഓരോ ആർട്ടിസ്റ്റ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറയും, പലരും അവിടെയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പുതിയൊരു നായകനായതുകൊണ്ട് തന്നെ ഞാൻ പല ആർട്ടിസ്റ്റുകളെയും അപ്രോച്ച് ചെയ്തിരുന്നു, പല ഹീറോയിൻസിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു പോയിരുന്നു. പിന്നെയാണ് ഹന്ന റജി ഘോഷി എൻ്റെ നായികയായിട്ട് വരുന്നു. അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഹന്ന റജി ഘോഷി കൂമൻ സിനിമ ടൈമിൽ നിൽക്കുന്ന ടൈമാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഹന്ന നമ്മുടെ നായികയായിട്ട് വരും. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, ബാക്കിയുള്ളവർ പോയത് നന്നായില്ലേ, ഇപ്പൊ ഹന്ന വന്നില്ലേ. തീർച്ചയായും അല്ല, അത് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഓരോ ടൈമാണ്. ഈ ഒരു പടം DNA-യിൽ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയ പടമാണ്. അജു വർഗീസ്, ഒരുപാട് പേര് രഞ്ജി പണിക്കരേട്ടൻ, രതീഷേട്ടൻ്റെ മോൻ പത്മരാജ്. നമ്മള് സജഷൻ പറയാന്ന് പറഞ്ഞാലും അതൊരു കുഞ്ഞു കാര്യമല്ല. ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഹന്ന ഉള്ളതുകൊണ്ട് ഹന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം എന്ന് തോന്നിയ ഒരു പോയിന്റ് എന്തായിരുന്നു? ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ ടൈമിൽ നോക്കിയിരുന്നു. ബോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അഷ്കർ ഒന്ന് നോക്കൂ പറയും. അങ്ങനെ ബോസ് അങ്ങനെ പറഞ്ഞു, നോക്കൂ അഷ്കർ നോക്കൂ, അത് നോക്കിയിട്ട് പറയും. അപ്പം ഞാൻ നോക്കി. അപ്പോൾ ഡയറക്ടറോടും പറഞ്ഞു അഷ്കർ ഒന്ന് നോക്കും, ആരെയും കുറേ പേരെ സെലക്ട് ചെയ്തു. അത് നറുക്ക് വീണത് ഹന്ന റജി ഘോഷ് വന്നു. എൻ്റെ കൂടെ നായികയായിട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ വലിയ നായിക എൻ്റെ കൂടെ അഭിനയിക്കും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ആ സമയത്ത് ഇവർ ആസിഫ് അലി അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളോട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരാളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ലീഡ് ക്യാരക്ടറാണ് ഈ ഫിലിം. അപ്പം നമ്മുടെ കൂടെ നായികയായിട്ട് യു ഹാവ് ഡൺ സോ മെനി മൂവീസ്. ദ തിങ് ഈസ് എപ്പോഴും സംസാരിക്കുമ്പം ഭയങ്കര എളിമയാണ്. ഐ അപ്രീഷിയേറ്റ്. ഇപ്പം നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അപ്രീസിയേഷൻ തോന്നില്ലേ. സോ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ തന്നെ അതിന് മുന്നേ ആണെങ്കിലും ദർ ഇസ് എ ക്വാളിറ്റി ഇൻ ഹിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക ആൻഡ് എല്ലാവരെയും ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുക. ഐ മീൻ ഒരു സിനിമയിലെ സ്റ്റാർട്ട് ടു എൻഡ് ഫ്രം ഡയറക്ടർ ടു ദി 150th പേഴ്സൺ എല്ലാവരോടും ഈക്വലി പെരുമാറുക, ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുക, എല്ലാവരും ഈക്വലി കൺസിഡർ ചെയ്യുക. ആ ഒരു വലിയ ക്വാളിറ്റി ഈ മനുഷ്യനുണ്ട്. സോ ഹി വാസ് ഷോയിങ് മീ ദാറ്റ് ആൻഡ് ഐ വാസ് ഷോയിങ് ബാക്ക് ദാറ്റ് ടു ഹിം. It's all about give and take respect. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് if you are a person ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒരിക്കലും പറയരുത്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യമില്ല. എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും നമുക്കുണ്ടോ, നമ്മൾ എന്ത് തെളിയിക്കുന്നു, നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് മലയാളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കഷ്ടപ്പെട്ട് അതിന് വേണ്ടി എന്ത് ചെയ്ത് നമ്മുടെ റിസൾട്ട് എന്തുണ്ട്, ഇവന് പണി അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞത്. ഇവന് എന്തൊക്കെ അറിയാം, പരിപാടി അറിയാം, അതുകൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഡയറക്ടർ, ഇത്ര വലിയ ഡയറക്ടർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ മമ്മൂക്ക, ദുൽഖർ അങ്ങനെ ഒരു ഇതുള്ളത് ആ ഒരു വെയിറ്റേജ് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം അത് വെച്ചൊരു കമ്പാരിസൺ ഒക്കെ വരിക, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിൽ നിന്ന് വരികയല്ലേ, അങ്ങനെ ഒരു എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു? ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞാൽ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിൽ വന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്. ഒറ്റയ്ക്ക് വഴിവിട്ട് വന്ന ഒറ്റയ്ക്ക് വഴിവിട്ട് വരെ എല്ലാവർക്കും വരാം. ഞാൻ മമ്മൂട്ടിയുടെ സിസ്റ്റർ മോനാണെന്ന് പറഞ്ഞ് എനിക്ക് ആരും ചാൻസ് തരത്തില്ല. ഫസ്റ്റ് ഓക്കെ മമ്മൂട്ടിയുടെ സിസ്റ്റമാണ്, നമുക്കൊരു സീറ്റ് കിട്ടും, അവരുടെ ഉള്ളൂ. ബാക്കി ആക്ഷൻ കട്ടിലൂടെ നമ്മൾ പരിപാടി നടത്തണം. ആക്ഷൻ കട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ ആക്ഷൻ കട്ടിൽ ഞാൻ മമ്മൂട്ടിയുടെ പങ്കെടുക്കാം. ഞാൻ എന്ന് പറഞ്ഞിരുന്ന നമ്മൾ പണിയെടുക്കുക, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ല ഒരിക്കലും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ടോ ഒന്നും വലിയ കോടീശ്വരൻ്റെ മാനായതുകൊണ്ടോ ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കണോ, സിനിമയിൽ അഭിനയിക്കാൻ ഏത് പണിക്കും നമ്മൾ കഷ്ടപ്പെടാതെ ഒരു പരിപാടി നടക്കത്തില്ല. നമ്മൾ അതിനോട് അത്രത്തോളം ആത്മാർത്ഥതയോടെ ഇറങ്ങി തിരിച്ച അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, രാജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ. അദ്ദേഹം എന്ന് പറഞ്ഞു നമുക്ക് എൻട്രി ആകാൻ എളുപ്പമാണ്, ഇവിടെ എൻട്രി ആയി കഴിഞ്ഞാൽ നിൽക്കാനൊരു പരിപാടിയുണ്ട്. ആ നിന്ന് പോവുക എന്നുള്ളൊരു പരിപാടി നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടണം. വിചാരിച്ചെടുത്ത് എത്തുന്നതിനെക്കാട്ടിലും അവിടെ നിന്ന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടെടുക്കാനുള്ള സ്ട്രെയിൻ നമ്മൾ ചെയ്യണം, അല്ലെ പിന്നെ പരിപാടി വിട്ടിട്ട് പോകാന്നുള്ളത്. ഞാൻ ഒരുപാട് വർഷം ഇതിൻ്റെ പുറകെ നടക്കുന്നു. ചെറിയ ചെറിയ പരിപാടികൾ, ആൽബം, അത് ഇതൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടിയത്. അതായത് പ്രൊഡ്യൂസറോട് ഒരുപാട് നന്ദി പറയുന്നു, ഡയറക്ടറോട് ഒരുപാട് നന്ദി പറയുന്നു.
ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അത് ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, എനിക്ക് കറക്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്. ഇപ്പോൾ കം ടു ദുൽഖർ സൽമാൻ, മക്ബൂൽ സൽമാൻ, ഇപ്പോൾ അഷ്കർ എന്ന് പറയുന്ന പേരാണെങ്കിലും മറിയം ദുൽഖർ സൽമാൻ്റെ മോളുടെ പേര്, എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് പേരുകളാണ്. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് ആ പേരുകളൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പേരിടുന്നതൊക്കെ മമ്മൂക്കയാണെന്ന്. അപ്പോൾ അതിനൊരു കുറേ കമൻറ്റുകളും കണ്ടിട്ടുണ്ട്. ലൈക്ക് ചിലപ്പോൾ ഭാവിയിൽ ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആവുന്ന മുൻകൂട്ടി കണ്ടിട്ട് മമ്മൂക്ക ഇടുന്ന പേരുകളാണോ എന്ന്. അങ്ങനെ കുടുംബത്തിൽ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് പേരുകളാണ് എല്ലാവർക്കും ഉള്ളത്. അത് മമ്മൂക്ക തന്നെ ശരിക്കും അത് മമ്മൂക്ക ഇടുന്ന പേരുകൾ തന്നെയാണോ? ഞാനിപ്പോൾ എൻ്റെ അഷ്കർ മുബാറക്ക് എന്നാണ് യഥാർത്ഥ പേര്. എൻ്റെ അമ്മ പറഞ്ഞ എൻ്റെ ഉമ്മച്ചി പറഞ്ഞൊരു അറിവാണ്, അദ്ദേഹമാണ് എൻ്റെ പേരിട്ടത്, അഷ്കർ മുബാറക്ക് എന്ന് പേരിട്ടതെന്ന് പറഞ്ഞു. അഷ്കർ മുബാറക്ക് എന്ന് പറഞ്ഞ് സത്യല്ലേ? മുബാറക്ക് മാറ്റി ഞാൻ മാറ്റിയതല്ല. ഇങ്ങനെ കൽപ്പന ചേച്ചിയാണ് എനിക്ക് സൗദാൻ എന്നാക്കിയത്. അമ്മയോട് ഞാൻ അമ്മ മോനാണ്, ഭയങ്കര അമ്മ പെറ്റാണ്. അമ്മ ഇല്ലാത്ത പരിപാടികൾ അമ്മയോടെ എല്ലാം നമ്മൾ പറയുക. അമ്മയാണ് എനിക്ക് ഭയങ്കര, അമ്മയോടുള്ള എല്ലാ കാര്യങ്ങളും അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അമ്മയുടെ പേരിടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വന്തം അഷ്കർ സൗദ, എൻ്റെ അമ്മയുടെ പേര് സൗദ എന്നാണ്. അങ്ങനെയാണ് സൗദാൻ എന്ന പേര് വന്നാൽ മമ്മച്ചി പേരിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്താലും ചെയ്യുന്നില്ല കാര്യം. എൻ്റെ മകനെ നായകനാക്കണം അങ്ങനെയല്ല, എന്നാലും എല്ലാവർക്കും കുറച്ച് എല്ലാവരെയും സൗണ്ട് പോലെ തന്നെ ഭയങ്കര വെയിറ്റുള്ള പേരുകൾ ദൈവം തരുന്നതായിരിക്കും. ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പേര് ഐബക്, അത് എൻ്റെ അബ്ദുൽ നാസർ സാറാണ് ആ പേരിട്ടത്. എല്ലാവർക്കും അപ്പൊ കുടുംബത്തിൽ തന്നെ എല്ലാവരും പ്രൊഡ്യൂസറാണ് എൻ്റെ മോൻ്റെ രണ്ടാമത്തെ പേരിട്ട് ഐബക് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരുപാട് റീലും അങ്ങനെയൊക്കെ ഇതുണ്ട്, നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ റീലുകളും ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വിഷമിപ്പിക്കണം ഇനി പേരിടൽ കാരണം എല്ലാവരും ചെല്ലും പാവത്തിനിടും. എന്തായാലും നമ്മുടെ ആർജെ മിണ്ടാതിരിക്കുകയാണ്. അടുത്ത പരിപാടി ആണല്ലേ? വെരി ഗുഡ്. I'm learning to be. ഞാനും അന്നയും നല്ല ഈ പടത്തിൽ സോങ് ഉണ്ട്, നല്ല ഡാൻസ് ഒക്കെ ഞാൻ ഡാൻസ് ചെയ്തു. അത്ഭുതമല്ലേ? ഞാനും ഭയങ്കര ഡാൻസ് ചെയ്തു. അപ്പം അതല്ലാതെ അന്ന നല്ല പാട്ടുകാരിയാണ്, നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് എനിക്ക് പാടാൻ വയ്യ, തൊണ്ട വയ്യ, ചുമക്കുന്ന കേട്ടില്ല. എന്നോട് ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ റായലക്ഷ്മിയുടെ ചന്ദമാവിന് വിടും. ഇനി വേറെ കഴിഞ്ഞു. ചന്ദമ കഴിഞ്ഞപ്പോ റോക്കോളൊക്കെ ഹിറ്റായി. അന്ന വേറെ പാട്ട് പാടും, നല്ലൊരു പാട്ട്. പാട്ട് പഠിപ്പിക്കുന്നേ ഹന്നയുടെ തന്നെ പാട്ട് പാടും. എന്റെ അങ്ങനെ പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാ ഇഷ്ടമുള്ള പാട്ട്? घर से निकलते कुछ दूर चलते रस्ते में इसका घर. വോയിസ് ഇല്ല, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അതിനു മുമ്പേ നമ്മള് വൈൻഡപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഇപ്പൊ നമ്മള് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അടിച്ചു കേറി വാ. നമ്മുടെ റിയാസ് ഖാൻ ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ പറയുന്നുണ്ട്. പോസ്റ്റർ ഇല്ലാതെ ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. റിയാസ് ഖാന്റെ ക്യാരക്ടർ സസ്പെൻസ് ആണ്. അടിച്ചു കേറി വാട, അത് വരവ് വരും. റിയാസ് ഖാൻ ഒരു വരവ് വരും DNA-ല്. അടിച്ചു കേറി വാടാ മക്കളെ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ട്, കട്ടക്ക ഉണ്ട്. DNA-യുടെ ഫുൾ ഫോം അതെല്ലാം ഇതിനും ചോദിക്കുന്നുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സിക് റൈബോ ന്യൂക്ലിക് ആസിഡ്. അത് എന്നോട് ചോദിച്ച ആരാന്ന് നിങ്ങൾക്ക് അറിയാല്ല. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ആവശ്യം നാളെ പടം ഷൂട്ട് തുടങ്ങാം. എന്താ പടത്തിന്റെ പേര്? DNA. എന്താണ് അതിന്റെ ഫുൾ ഫോം? പെട്ടില്ലേ? അതെ, മമ്മൂക്കയുടെ ഫ്രണ്ടില് നമ്മൾ ഒരു ചെറിയ പോയി നിൽക്കരുത് എന്ന് പൊതുവെ ഞാൻ എല്ലാത്തിനും പറ്റും. ഉടനെ തന്നെ റിലീസ് ആവാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ വിഷസും നിങ്ങൾക്ക് നേരുന്നു. ഒരു അടിപൊളി ത്രില്ലർ മൂവി ആവട്ടെ DNA. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അടിച്ചു കയറി വാ.